ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭരണകൂട ഫാഷിസത്തിനെതിരെ അണിനിരക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ഹസൻ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചെന്നാരോപിച്ച് KSKTU BKMU പ്രതിഷേധം കോഴിക്കോട്ട്. മാധ്യമപ്രവർത്തകർക്ക് മറക്കാൻ കഴിയാത്ത പ്രതിഭയാണ് ജവഹർലാൽ നെഹ്റുവെന്ന് പ്രമുഖ അഭിഭാഷകൻ ശിവൻ മഠത്തിൽ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർമുകിൽ ഫൗണ്ടേഷന്റെ സംഗീത പരിപാടി കോഴിക്കോട് ടൗൺ ഹാളിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഭരണകൂട ഫാഷിസത്തിനെതിരെ അണിനിരക്കണമെന്ന് ജനശ്രീ സംസ്ഥാന ചെയർമാൻ എം ഹസൻ കോഴിക്കോട്ട് ജനശ്രീ സംഘടിപ്പിച്ച പ്രതിരോധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം ഹസൻ. ജനശ്രീ കോഴിക്കോട് ജില്ലാ ചെയർമാനും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ N സുബ്രഹ്മണ്യനെ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ ജനശ്രീ ജില്ലാ മിഷൻ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. ജനശ്രീ സംസ്ഥാന ചെയർമാൻ എം ഹസൻ ഉദ്ഘാടനം ചെയ്തു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെ പ്രതിരോധം തീർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും പ്രതി സുബ്രഹ്മണ്യന് പോറ്റി അല്ലേ, സുബ്രഹ്മണ്യം പോറ്റിയോട് മുഖ്യമന്ത്രി വളരെ സ്നേഹപൂർവ്വം ചെവിയിലെന്തോ പറയുന്നു. ആ ഫോട്ടോ സുബ്രഹ്മണ്യൻ ഉണ്ടാക്കിയതല്ല. ആ ഫോട്ടോ ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹം ഫോർവേഡ് ചെയ്ത് എന്താ തെറ്റ്? സുബ്രഹ്മണ്യം കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്ന പേരിൽ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒന്ന് ആലോചിച്ചോളെ, കേരളത്തിൽ നടക്കുന്നത് ഫാസിസ്റ്റ് ഭരണമാണോ അതോ മാർക്സിസ്റ്റ് ഭരണമാണോ? മോദിക്കെതിരായി ആരെന്ത് പോസ്റ്റ് ഇട്ടാലും ആരെന്ത് പ്രസ്താവന ഇറക്കിയാലും പിറ്റേ ദിവസം കേസാണ്. മോഡി മാതൃകയാക്കിയിട്ടുള്ളത് ഹിറ്റ്ലറെയാണെങ്കിൽ പിണറായി വിജയൻ മാതൃകയായി ചിന്തിക്കുന്നത് നമ്മൾ നരേന്ദ്രമോദിയാണ്. പിണറായി വിജയനെതിരായി ആരെങ്കിലും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അവരെ വളരെ അറസ്റ്റ് ചെയ്യുക. ഇദ്ദേഹം എന്താ രാജവാഴ്ചയുടെ കാലത്ത് രാജാവായി ഭരിക്കുന്ന ആളാണ്. ജനാധിപത്യ ഭരണമല്ല. മറ്റാരും ഇനി ചെയ്യാൻ പാടില്ല, ചെയ്താൽ അകത്താവും എന്നുള്ള സന്ദേശം ഭയപ്പാണ്. ഇവിടെ ഭരിക്കുന്നത് ഭയമാണ്. ജനശ്രീ സംസ്ഥാന സമിതി അംഗം സുനിൽ കൊളക്കാട് അധ്യക്ഷനായിരുന്നു. KC അബു, K നീലകണ്ഠൻ, ബിജു കാവിൽ, UV ദിനേശ് മണി, മേരി കുര്യൻ, EM ഗിരീഷ് കുമാർ, KP ജീവാനന്ദ്, സെയ്ദ് കുറുന്തോടി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചെന്നാരോപിച്ച് KSKTU BKMU നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആദായനികുതി ഓഫീസിന് മുന്നിൽ നടത്തിയ മാർച്ചും ധർണയും KSKTU നേതാവ് P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന BJP സർക്കാരിനെതിരെയും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെതിരെയും KSKTU BKMU നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. BJP ഗവൺമെന്റിനെ പരാജയപ്പെടുത്തുന്നതിന് BJPയുടെ വല്ലാത്തൊരു ഗവൺമെന്റിനെ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ആ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലോ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പോ BJPക്കെതിരായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടോ മുന്നണിയോ ഒന്നും രാജ്യത്ത് നിലവിൽ ഉണ്ടാവില്ല. എന്നാൽ BJPയുടെ ഭരണത്തിലൂടെ ഈ രാജ്യത്തിന് അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങൾ ഏത്
വഴിക്കാണ് BJP മുന്നോട്ട് പോകുന്നത് എന്ന വ്യക്തമായ ധാരണയുമുള്ള ഇടതുപക്ഷ പാർട്ടികൾ അവധാനതയോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടു. ജില്ലാ പ്രസിഡന്റ് PK കണ്ണൻ അധ്യക്ഷനായിരുന്നു. PC പുഷ്പ, P ബാബുരാജ്, KK പ്രമീള, ചൂലൂർ നാരായണൻ, C ബാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭരണഘടനയും മാധ്യമ സ്വാതന്ത്ര്യവും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രമുഖ അഭിഭാഷകൻ ശിവൻ മഠത്തിൽ ഈ വിഷയത്തിൽ സംസാരിച്ചു. മാധ്യമരംഗത്തുള്ളവർക്ക് മറക്കാൻ കഴിയാത്ത പ്രതിഭയാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവെന്നും അടിച്ചമർത്തലിന്റെയോ നിയന്ത്രണത്തിന്റെയോ പത്രപ്രവർത്തനമല്ല, സ്വതന്ത്ര പത്രപ്രവർത്തനത്തെയാണ് അദ്ദേഹം അംഗീകരിച്ചിട്ടുള്ളതെന്നും പ്രമുഖ അഭിഭാഷകൻ ശിവൻ മഠത്തിൽ പറഞ്ഞു. ഭരണഘടനയും മാധ്യമ സ്വാതന്ത്ര്യവും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബും സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ചും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നെഹ്റുവിന്റെ ഈ നിലപാടാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനശില. രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അവകാശം ലഭിച്ചത് ഭരണഘടനയിലൂടെയാണ്. ഭരണാധികാരികൾ അവരുടെ അധികാരം എങ്ങനെ നിർവഹിക്കണമെന്നുള്ള മാർഗരേഖയാണ് ഇന്ത്യൻ ഭരണഘടന. ഭരണഘടനാ മൂല്യങ്ങൾ ജുഡീഷ്യറിയിലെ കൂടുതൽ പേരും ലംഘിക്കപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പ്രസന്റ് ചെയ്ത് 165 ദിവസം അസംബ്ലിയിൽ ചർച്ച നടക്കുകയാണ്. നോക്കണം, ഇന്ത്യയുടെ ഭരണഘടന രൂപീകരണമാകുമ്പോൾ അതിന്റെ പുറകിൽ എടുത്തിട്ടുള്ള മനുഷ്യാധ്വാനവും അതിന് എടുത്ത സമയവും ഒക്കെ. പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷനായി. പ്രസ് ക്ലബ് സെക്രട്ടറി PK സജിത്ത്, ICJ ഡയറക്ടർ VE ബാലകൃഷ്ണൻ, ഹരിദാസൻ പാലയിൽ, ദർശനം സാംസ്കാരിക വേദി ചെയർമാൻ KK സാഹിർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർമുകിൽ ഫൗണ്ടേഷന്റെ സംഗീത പരിപാടി ടൗൺ ഹാളിൽ നിറഞ്ഞ സംഗീതാസ്വാദകർക്ക് മുന്നിൽ റഫിയുടെയും കിഷോർ കുമാറിന്റെയും SBBയുടെയും യേശുദാസിന്റെയും ഗാനങ്ങൾ ബാബുബായി ലത ഫാമിലി സംഗീതരാവിൽ പെയ്തിറങ്ങി. മൂന്നര പതിറ്റാണ്ട് കാലമായി കോഴിക്കോട് നഗരത്തിൽ SK സ്ക്വയറിലും ബീച്ചിലും പാട്ടുപാടി ഉപജീവനം കഴിക്കുന്ന ബാബുബായ് ലത ഗായക ദമ്പതികൾക്ക് 15 വർഷങ്ങൾക്ക് മുൻപ് ചാനലിന്റെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിന് സമ്മാനമായി ലഭിച്ച വീട് ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ്. അടിയന്തരമായി വീടിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനും പെയിന്റിംഗ് നടത്തുന്നതിനുമായാണ് സംഗീതജ്ഞരുടെയും ഗായകരുടെയും സംഗീതാസ്വാദകരുടെയും കൂട്ടായ്മയായ വാർമുകിൽ ഫൗണ്ടേഷൻ മുന്നിട്ടിറങ്ങിയത്. വാർമുകിൽ അംഗങ്ങളിൽ നിന്നും ടൗൺ ഹാളിൽ പ്രോഗ്രാം കാണാനെത്തുന്ന സംഗീതാസ്വാദകരിൽ നിന്നും ശേഖരിക്കുന്ന തുക തെരുവ് ഗായകരുടെ വീട് റിപ്പയർ ചെയ്യുന്നതിനായി ചെലവഴിക്കും. വാർമുകിൽ ചെയർമാൻ AV റഷീദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേയർ O സദാശിവൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ അത് നിയമപരമായി സാധ്യമാവുന്നതാണെങ്കിൽ അവർക്കായി ഒരു ഇടം നമുക്ക് കേൾക്കാനും ഇവരെ കാണാനും ഒക്കെ കഴിയാവുന്ന വിധത്തിൽ ആലോചനയിലുണ്ടാവും എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിക്കുന്നു. ഡോക്ടർ TP മഹ്റൂഫ് രാജ്, R ജയന്തകുമാർ, ഗായകൻ അഷറഫ്, ജനറൽ കൺവീനർ മുഹമ്മദ് അസ്ലം, സുനിൽ കക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബാബുബായി ഫാമിലി, മുഹമ്മദ് റഫിയുടെ യെ ദുനിയ യെ മഹഫിൽ, ബഹാരോं की भूल बरसावो, क्या हुआ तेरा वादा തുടങ്ങി ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വെനസ്വേലയ്ക്ക് ഐക്യദാർഢ്യവുമായി LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ. ജില്ലയിലെ LIC ഓഫീസുകൾക്ക് മുന്നിൽ ജീവനക്കാർ പ്രകടനവും ഗേറ്റ് മീറ്റിംഗും നടത്തി. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രീയമായ വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ അധിനിവേശ കടന്നാക്രമണത്തിൽ പ്രതിഷേധിച്ചും പൊരുതുന്ന വെനസ്വേലൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും LIC എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ LIC ഓഫീസുകൾക്ക് മുന്നിൽ ജീവനക്കാർ പ്രകടനവും ഗേറ്റ് മീറ്റിംഗും നടത്തി. കോഴിക്കോട് മാനാഞ്ചിറ LIC ഡിവിഷണൽ ഓഫീസിൽ നടന്ന യോഗത്തിൽ AIEF വൈസ് പ്രസിഡന്റ് PP കൃഷ്ണൻ സംസാരിച്ചു. ഇത് ഹിന്ദു പത്രത്തിന്റെയാണ്. ചില മലയാള പത്രങ്ങൾ അതിനേക്കാൾ കടന്നുകൊണ്ട് ചില തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്നെ സന്തോഷിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു, അടിസ്ഥാനപരമായി മോദിക്ക് എന്നെ സന്തോഷിപ്പിക്കണം, എന്നെ സന്തോഷിപ്പിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ തുടർച്ചയായിട്ട് അവർ പറയുന്നത് അതിനുള്ള ശ്രമമായിട്ടാണ് റഷ്യയുമായിട്ടുള്ള എണ്ണ കച്ചവടം ഇന്ത്യ കുറയ്ക്കാൻ തീരുമാനിച്ചതെന്നാണ്. ഇന്ത്യക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിച്ചുകൊണ്ടിരുന്ന റഷ്യയിൽ നിന്നാണ്. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ ജനറൽ സെക്രട്ടറി MJ ശ്രീറാം അധ്യക്ഷത വഹിച്ചു. G ജിത്തു, TC ബസന്ത്, R അർജുൻ, ഗോവിന്ദ് മേനോൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റ് ക്രിസ്മസ് അവധിക്കാല ക്യാമ്പ് സമത്വ 2026 സംഘടിപ്പിച്ചു. മുഖദാർ വാർഡ് കൗൺസിലർ TP ജിഷാൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാലിക്കറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റിന്റെ ക്രിസ്മസ് അവധിക്കാല ക്യാമ്പ് സമത്വ 2026 മുഖദാർ വാർഡ് കൗൺസിലർ TPM ജിഷാൻ ഉദ്ഘാടനം ചെയ്തു. ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷൻ SI ബാബു UK പതാക ഉയർത്തി. സ്കൂൾ HM K സൈനബ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് സാജിദ് അലി, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ജാഫർ ബറാമി, മുഹമ്മദ് കോയ എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിൽ മുഖദാർ സുരഭി അംഗൻവാടിയിൽ സന്ദർശനം നടത്തി കുട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജസീം ലാൽ, അഡ്വക്കേറ്റ് സീനത്ത, അഞ്ജു ജാഫർ, അഫ്സൽ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാമകൃഷ്ണൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ V ഉമ്മർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുത്തു. ക്യാമ്പിന്റെ സമാപന സമ്മേളനം കോഴിക്കോട് സിറ്റി അഡീഷണൽ SP ബിജു രാജ് ഉദ്ഘാടനം ചെയ്തു. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ഈ നമ്മുടെ ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ടെങ്കിൽ ആ സിഗ്നൽ കത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം റെഡിൽ എന്താണ് ചെയ്യേണ്ടത്, യെല്ലോയിൽ എന്താണ് ചെയ്യേണ്ടത്, ഗ്രീനിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ സിഗ്നലിന്റെ ലൈറ്റ് അവിടെ കത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഡ്രൈവേഴ്സ് അത് കൃത്യമായിട്ട് അനുസരിക്കുകയും അതിനനുസരിച്ചിട്ട് വണ്ടി ഓടിച്ച് പോവുകയും ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏത് ട്രാഫിക് സിഗ്നലിന്റെ അടുത്തും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വെയിലാണെങ്കിൽ വെയിൽ കൊണ്ട് ക്ഷീണിച്ചും മഴയാണെങ്കിൽ മഴ കൊണ്ട് ക്ഷീണിച്ചും നിൽക്കുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ അത് തെറ്റിച്ചു പോകാം എന്ന് ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഇടയിലുള്ളത്. അത് നമ്മുടെ സമൂഹത്തിന്റെ നമ്മൾ വളർന്നു വരുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അത് മാറ്റിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾക്ക്. PTA വൈസ് പ്രസിഡന്റ് സുനീറ അധ്യക്ഷത വഹിച്ചു. ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷൻ സീനിയർ പോലീസ് ഓഫീസർമാരായ വിനീഷ്, ഷിംന, അധ്യാപകരായ സാലിർ M,
ഫെമി കെ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ ഡയറി അസോസിയേഷന്റെ സൗത്ത് സോൺ എക്സിക്യൂട്ടീവ് കമ്മിറ്റി IDA കേരള ചാപ്റ്ററിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സദേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവ് 2026 കോഴിക്കോട് ആതിഥ്യമരുളും. ജനുവരി 8, 9, 10 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് SDFC നടക്കുക. ആദ്യമായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഡയറി അസോസിയേഷൻ ദേശീയ തലത്തിൽ എല്ലാ വർഷവും ഇതുപോലെയുള്ള ഒരു ഡയറി കോൺഫറൻസ് നടത്താറുണ്ട്. ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് നടത്താറുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഇന്ത്യൻ ഡയറി അസോസിയേഷൻ തീരുമാനമെടുത്ത് സൗത്ത് സോൺ ഡയറി കോൺഫറൻസ് ഇതുപോലെയുള്ള കോൺക്ലേവ് നടത്തുന്ന തീരുമാനമെടുത്തത് കഴിഞ്ഞ വർഷം മുതലാണ്. അത് ബാംഗ്ലൂരിൽ വെച്ചാണ് ആദ്യത്തെ നടത്തിയത്. രണ്ടാമത്തെ വർഷം നടത്തുന്നത് നമുക്ക് അനുവദിച്ചു തന്നു. കേരള ചാപ്റ്ററിന് നടത്തുന്നതിന് വേണ്ടി അനുവദിച്ചു. അങ്ങനെയാണ് നമ്മൾ കോഴിക്കോട്ട് വെച്ച് അത് നടത്തുന്നതിന് വേണ്ടി തുടങ്ങിയത്. ഒരുപക്ഷെ നമ്മുടെ ഡയറി ഇൻഡസ്ട്രീസിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ നിന്ന് കിട്ടുന്ന അഭിമാനാർഹമായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് നമ്മളൊക്കെ ഇതിനെ കാണുന്നത്. ജനുവരി 8 നടക്കുന്ന പ്രീ കോൺഫറൻസ് പരിപാടിയിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ O. സദാശിവൻ, MP MK രാഘവൻ, MLA തോട്ടത്തിൽ രവീന്ദ്രൻ, മിൽമ ചെയർമാൻ KS മണി, മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ CN വത്സലൻ പിള്ള, തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് തുടങ്ങിയവരും മറ്റ് പ്രമുഖരും പങ്കെടുക്കും. കോൺക്ലേവിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജനുവരി 9 കേരളം ഉൾപ്പെടെയുള്ള 6 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിമാർ സംയുക്തമായി നിർവഹിക്കും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്ഷീരമേഖലയിൽ മികവ് തെളിയിച്ച പ്രമുഖ വ്യക്തികൾക്കുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ഡയറി പ്രൊഫഷണൽസ് അവാർഡും വനിതാ ക്ഷീര കർഷകർക്കുള്ള വുമൺ ഡയറി ഫാർമർ അവാർഡും കോൺക്ലേവിൽ വെച്ച് സമ്മാനിക്കും. വിവിധ ഡയറി ഉപകരണങ്ങളുടെ പ്രദർശനവും കയർ, നെയ്ത്ത്, മുള, കളിമൺ പാത്ര നിർമ്മാണം, വിവിധ വിത്തിനങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഒരുക്കും. പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പ്രവേശനം സൗജന്യമാണെന്നും മിൽമ ഉൽപ്പന്നങ്ങൾ വിദ്യാർത്ഥികൾക്ക് സ്റ്റാളുകളിൽ നിന്നും സൗജന്യ നിരക്കിൽ ലഭ്യമാക്കുന്നതാണെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മിൽമ ചെയർമാൻ KS മണി, ഡോക്ടർ CP ചാൾസ്, ഡോക്ടർ രാജേന്ദ്രകുമാർ, ഡോക്ടർ PI ഗീവർഗീസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ എയും ഡിയും ഉണ്ട്. മായം ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തി ആണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഈവനിംഗ് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 47ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ കബഡി ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ജനുവരി 10 നല്ലളം ARD 19 സമീപത്താണ് ആവേശകരമായ മത്സരങ്ങൾ. ഈവനിംഗ് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന വാക്രൂ ഓൾ കേരള കബഡി ടൂർണമെന്റിൽ 16 ടീമുകൾ മാറ്റുരയ്ക്കും. വിന്നർക്ക് 50,000 രൂപയും റണ്ണറപ്പിന് 30,000 രൂപയും 3ഉം 4ഉം സ്ഥാനക്കാർക്ക് 10,000 രൂപയും ക്യാഷ് അവാർഡുകൾ നൽകും. ജനുവരി 10 നല്ലളം ARD 19 സമീപം പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക.
മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. 4000-ഓളം കാണികൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രസിഡന്റ് ഹാരിസ് സി, സെക്രട്ടറി സലീഷ് സി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊടുവള്ളി പുത്തൂർ കൊയിലാട് റിഫായിയ ദവാ സെന്ററിൽ ഹാജി ചിസ്തി അജ്മീരി തങ്ങളുടെ ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. ദവാ പ്രിൻസിപ്പൽ റഫീഖ് അസ്ഹനി ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദവാ വിദ്യാർത്ഥികളുടെ അസ്മാഉൽ ബദർ മൗലീദ് പാരായണം എന്നീ പരിപാടികളോടെയാണ് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായത്. റിഫായിയ വൈസ് ചെയർമാൻ കുഞ്ഞിസിദി തങ്ങൾ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ റിഫായിയ ദവാ പ്രിൻസിപ്പൽ റഫീഖ് ഹസനി പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CK മുഹമ്മദ് മുസ്ലിയാർ തലപ്പെരുമണ്ണ മുഖ്യപ്രഭാഷണം നടത്തി. മനീറുൽ ഇസ്ലാം നിസാമി, റാഫി അൽ ഇഖമി, സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ, ഹാഷിം തങ്ങൾ പറമ്പിൽ ബസാർ തുടങ്ങിയവർ സംസാരിച്ചു. ഭൗതികമായി SSLCക്ക് ശേഷം +1, +2 അതോടുകൂടെ ഡിഗ്രി, പിന്നെ അതിന്റെ മേലെ PG ഒക്കെ പഠിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള മഹത്തായ ഒരു സ്ഥാപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിപാടികളുടെ ഭാഗമായി ഹാജ ചിസ്തി തങ്ങളുടെ മൗലീദും ഖബാലിയും നടന്നു. റിഫായിയ ഉപാധ്യക്ഷൻ TP ഹുസൈൻ ഹാജി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് സക്കരിയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. റഫീഖ് ഹസനി മുഖ്യപ്രഭാഷണം നടത്തി. ഒട്ടനവധി കുട്ടികളെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത് ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. AC മെക്കാനിക് ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ കഴിവ് എന്താണോ അത് നോക്കിയിട്ട് ഭാഷാപരമായിട്ട് സംസാരങ്ങളുടെ ഭാഷയിലായിട്ട് ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകൾക്ക് വലിയ വില കൽപ്പിച്ചുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികളെ വളർത്തുന്ന ഒരു രൂപത്തിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് നീങ്ങുന്നത്. ചടങ്ങുകളുടെ ഭാഗമായി അന്നദാനവും ഒരുക്കി. ന്യൂസ് ബ്യൂറോ, നരിക്കുനി. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ഈ വർഷത്തെ പ്രവാസി എക്സലൻസ് അവാർഡ് TC അഹമ്മദിനും പ്രവാസി രത്ന അവാർഡ് നവാസ് പൂനൂരിനും. 50,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനത്തിൽ കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. ജനുവരി 9 കോഴിക്കോട്ട് നടക്കുന്ന സംസ്ഥാനതല പ്രവാസി ഭാരതീയ ദിനാഘോഷ ചടങ്ങും പുരസ്കാര സമർപ്പണ ചടങ്ങും അളകാപുരിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP അധ്യക്ഷത വഹിക്കും. മന്ത്രി AK ശശീന്ദ്രൻ, മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള, ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, പാളയം ജുമാ പള്ളി ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. തിരിച്ചുവരുന്ന പ്രവാസികളുടെ പുനരധിവാസം, വ്യവസായ, വാണിജ്യ, നിർമ്മാണ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവാസികൾക്കുള്ള പാക്കേജുകൾ എന്നിവ യോഗത്തിൽ പ്രഖ്യാപിക്കും. വാർത്താ സമ്മേളനത്തിൽ ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ ജനറൽ സെക്രട്ടറി ആറ്റക്കോയ പള്ളിക്കണ്ടി, ഓർഗനൈസിംഗ് സെക്രട്ടറി കോയട്ടി മാളിയേക്കൽ, AB ഫർദിസ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലയാളികളുടെ പ്രിയങ്കരനായ നടൻ വിനോദ് കോവൂർ ഭക്ഷണപ്രേമികൾക്കായി പുതിയ രുചിയിടം ഒരുക്കുന്നു. 5 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച സീ ഫ്രഷിന്റെ പുതിയ സംരംഭമായി സീ ഡൈൻ എന്ന ഔട്ട്ലെറ്റ് ആണ് ഒരുക്കുന്നത്. കോഴിക്കോട് പാലാഴിയിലാണ് സീ ഡൈൻ പ്രവർത്തിക്കുക. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം, ഞങ്ങൾ മൂസക്കായ് സീ ഫ്രഷിന്റെ കൂടെ സീ ഡൈൻ എന്ന ഒരു സംഭവം കൂടി തുടങ്ങും. സീ ഡൈൻ ഡൈനിങ് ടേബിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നേരെ ഡൈനിങ് ടേബിളിലേക്ക് മീൻ എത്തുകയാണ്. അതിന് ഞങ്ങൾക്ക് നല്ലൊരു ഷെഫിനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഷെഫ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിന്റെ ട്രയൽ റൗണ്ടൊക്കെ നടത്തി. വളരെ മനോഹരമായിട്ട് അയാൾ 10-15 മിനിറ്റ് കൊണ്ടാണ് ഫിഷിന്റെ ഐറ്റംസ് ഉണ്ടാക്കുന്നത്. വളരെ വ്യത്യസ്തമായ ടേസ്റ്റിൽ ഓരോ മീനുകളും അദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്നു. അപ്പൊ ഈ പ്രിപ്പയർ ചെയ്യുന്ന മീനുകൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഗുണമേന്മയുള്ള മത്സ്യം വീട്ടുപടിക്കൽ എത്തിക്കുന്ന സീ ഫ്രഷിന്റെ വിജയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് വൈവിധ്യമാർന്ന കടൽ രുചികളുമായി സീ ഡൈൻ ബ്രാൻഡ് കോഴിക്കോട് പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് സംരംഭകൻ വിനോദ് കോവൂർ പറഞ്ഞു. കോഴിക്കോടിന്റെ തനത് കടൽ വിഭവ രുചികളെ ആഗോള പാചക രീതികളുമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള വേറിട്ട മെനുവാണ് സീ ഡൈനിന്റെ പ്രധാന ആകർഷണം. ഗുണമേന്മയുള്ള ഫ്രഷ് മത്സ്യങ്ങൾ ഉപയോഗിച്ചുള്ള വിഭവങ്ങൾക്കൊപ്പം ചിക്കൻ, വെജിറ്റേറിയൻ വിഭവങ്ങളും സീ ഡൈനിൽ ലഭ്യമാക്കും. ആദ്യഘട്ടത്തിൽ ടേക്ക് അവേ കൗണ്ടർ, ഡെലിവറി സംവിധാനം എന്നിവകളിലൂടെയാണ് റെസ്റ്റോറന്റ് പ്രവർത്തിക്കുക. സംരംഭം അടുത്ത ദിവസങ്ങളിൽ തന്നെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നും സംരംഭകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഭരണകൂട ഫാഷിസത്തിനെതിരെ അണിനിരക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചെന്നാരോപിച്ച് KSKTU BKMU പ്രതിഷേധം കോഴിക്കോട്ട്. മാധ്യമപ്രവർത്തകർക്ക് മറക്കാൻ കഴിയാത്ത പ്രതിഭയാണ് ജവഹർലാൽ നെഹ്റുവെന്ന് പ്രമുഖ അഭിഭാഷകൻ ശിവൻ മഠത്തിൽ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർമുകിൽ ഫൗണ്ടേഷന്റെ സംഗീത പരിപാടി കോഴിക്കോട് ടൗൺ ഹാളിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.